എവർക്കും നമസ്കാരം. അഡ്ഹോക് ലേണിംഗിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ഭൂപ്രകൃതിയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ നമുക്ക് 5 ഭാഗങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് ഉത്തരപർവ്വത മേഖല. ഉത്തരപർവ്വത മേഖലയുടെ തെക്കുവശത്തെ ഉത്തര മഹാസമുദ്രം എന്ന് വിളിക്കുന്നു. ഉത്തര മഹാസമുദ്രത്തിന്റെ തെക്കുവശമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ 2 സൈഡിലായിട്ട് തീരസമതലങ്ങൾ, ഏറ്റവും അവസാനം ദ്വീപുകൾ. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയുടെ ഡിവിഷൻസ് എന്ന് പറയുന്നത്. അതിൽ ഉത്തരപർവ്വത മേഖല വളരെ വിശദീകരിച്ച കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉത്തര മഹാസമുദ്രമാണ്. ശ്രദ്ധിക്കുക, ഈ കാണുന്നതാണ് ഉത്തര മഹാസമുദ്രം. ഇങ്ങനെയാണ് ഉത്തര മഹാസമുദ്രം വ്യാപിച്ചു കിടക്കുന്നത്. എങ്ങനെയാണ് ഉത്തര മഹാസമുദ്രം രൂപീകൃതമായത്? ഒറ്റ ആൻസറേ ഉള്ളൂ, ഹിമാലയൻ നദികൾ. ഹിമാലയൻ നദികളും അവയുടെ ട്രിബ്യൂട്ടറികളും പോഷക നദികളും കാരണമാണ് ഉത്തര മഹാസമുദ്രം രൂപീകൃതമായത്. ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ, അലൂവിയൽസ് അടിഞ്ഞുകൂടി രൂപപ്പെട്ട ഭൂപ്രദേശമാണ് ഉത്തര മഹാസമുദ്രം. എന്താണ് ഹിമാലയൻ നദികൾ, അല്ലെങ്കിൽ ഏതെല്ലാമാണ് ഹിമാലയൻ നദികൾ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഇവയെല്ലാമാണ് ഹിമാലയൻ നദികൾ. ഇനിയും അവയുടെ ട്രിബ്യൂട്ടറികളും ഹിമാലയൻ നദികളായിട്ട് പരിഗണിക്കാറുണ്ട്. ആ നദികളെ പറ്റി വളരെ വിശദീകരിച്ച മറ്റൊരു ഭാഗത്ത് നമ്മൾ പഠിക്കും. ഇപ്പോൾ ഓർത്തു വെക്കുക, ഹിമാലയൻ നദികളുടെ നിക്ഷേപങ്ങളുടെ ഭാഗമായി രൂപം കൊണ്ട ഭൂപ്രദേശമാണ് ഉത്തര മഹാസമുദ്രം എന്ന് പറയുന്നത്. ഏകദേശം 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഉത്തര മഹാസമുദ്രം വ്യാപിച്ചു കിടക്കുന്നു. ഉത്തര മഹാസമുദ്രം വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ് രാജസ്ഥാന്, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, ബംഗാള്, ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഏകദേശം 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഉത്തര മഹാസമുദ്രം വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങൾ. ഇനി നമുക്ക് ഈ ഭാഗത്തു നിന്ന് ചോദിച്ച ചില മുൻകാല ചോദ്യങ്ങളിലേക്ക് വരാം. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം. ഈ ചോദ്യമുള്ളത് 7ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിന്റെ അകത്താണ്. ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണ് ഉത്തര മഹാസമുദ്രം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ധാന്യപ്പുര, ശ്രദ്ധിച്ചു കേൾക്കുക, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തര മഹാസമുദ്രമാണ്. എന്നാൽ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ചോദ്യമെങ്കിൽ അതിന്റെ ആൻസർ പഞ്ചാബാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഉത്തര മഹാസമുദ്രമാണ്. ഇനി ഉത്തര മഹാസമുദ്രത്തിലേക്ക് വരികയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാർഷിക ഭൂമിയാണ് ഉത്തര മഹാസമുദ്രം എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാർഷിക ഭൂമി ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഉത്തര മഹാസമുദ്രമാണ്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ഈ ഉത്തര മഹാസമുദ്രം ഹിമാലയൻ നദികളുടെ നിക്ഷേപ ഫലമായി രൂപം കൊണ്ടതാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഉത്തര മഹാസമുദ്രത്തെ നദികളുടെ അടിസ്ഥാനത്തിൽ, ഉത്തര മഹാസമുദ്രം എന്ന് പറയുന്ന ഭൂപ്രദേശത്തെ നദികളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് 4ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ഉത്തര മഹാസമുദ്രത്തെ നദികളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് 4ആയിട്ട് നമുക്ക് തരംതിരിക്കാം. അതിൽ ഒന്നാമത്തെ ഡിവിഷൻ, അതിൽ ഒന്നാമത്തത് ഈ പ്രദേശമാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് പഞ്ചാബ് ഹരിയാന സമതലം. ഉത്തര മഹാസമുദ്രത്തിന്റെ ഒന്നാമത്തെ ഡിവിഷനാണ് പഞ്ചാബ് ഹരിയാന സമതലം. ഈ ഷെയ്ഡ് ചെയ്ത് നിങ്ങൾ ഈ കാണുന്നതാണ് പഞ്ചാബ് ഹരിയാന സമതലം. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്ക് വശത്തായിട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരണം, കിഴക്ക് വശത്തായിട്ടുള്ള ഈ ഭൂപ്രദേശത്തെ വിളിക്കുന്ന പേരാണ് ഗംഗാ സമതലം, ഗ്യാൻജറ്റിക് പ്ലെയിൻ എന്ന് പറയും. അപ്പോൾ ആദ്യം പഠിച്ചത് പഞ്ചാബ് ഹരിയാന സമതലമാണ്. രണ്ടാമത്തത് ഏതായിരുന്നു? ഗംഗാ സമതലമാണ്. ഇനിയും ഇന്ത്യയുടെ കിഴക്ക് വശങ്ങളിലേക്ക് വരുമ്പോൾ, നോർത്ത് ഈസ്റ്റിലേക്ക് വരുമ്പോൾ ഈ ഒരു സമതല പ്രദേശമുണ്ടല്ലോ, ഇതിനെ വിളിക്കുന്ന പേര് ആസാം ബ്രഹ്മപുത്ര സമതലം എന്നാണ്. ആസാം ബ്രഹ്മപുത്ര സമതലം. അപ്പോൾ ഒന്നാമത്തത് ഏതായിരുന്നു? പഞ്ചാബ് ഹരിയാന സമതലം. 2 ഗംഗാ സമതലം. 3 ആസാം ബ്രഹ്മപുത്ര സമതലം.
ഇനിയും നാലാമത്തത് കിഴക്ക് വശത്തേക്ക് പോകണ്ട, നേരെ ഇങ്ങ് പടിഞ്ഞാറ് വശത്തേക്ക് വന്നേക്കണം. ദാ ഈ സമതല പ്രദേശമാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് മരുസ്ഥലി ബാഗർ സമതലം. എങ്ങനെയായിരുന്നു? മരുസ്ഥലി ബാഗർ സമതലം. അപ്പോൾ ഉത്തര മഹാസമതലം എന്ന് പറയുന്ന ഭൂപ്രദേശത്തെ എന്തിന്റെ അടിസ്ഥാനത്തിൽ? നദികളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നാലായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് പഞ്ചാബ് ഹരിയാന സമതലം. എവിടെയായിരുന്നു പഞ്ചാബ് ഹരിയാന സമതലം? ഈ കാണുന്നതാണ് പഞ്ചാബ് ഹരിയാന സമതലം. രണ്ടാമത്തത് ഗംഗാ സമതലം. എവിടെയാണ് ഗംഗാ സമതലം? ഈ പ്രദേശമാണ് ഗംഗാ സമതലം. മൂന്ന് ആസാം ബ്രഹ്മപുത്ര സമതലം. ആസാം ബ്രഹ്മപുത്ര സമതലമാണ് ഇത് എന്ന് പറയുന്നത്. നാല് മരുസ്ഥലി ബാഗർ സമതലം. മരുസ്ഥലി ബാഗർ സമതലം ഇവിടെയാണ്. ഇനിയും നദികളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞു. ഏതെല്ലാം നദികളാണ് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്, ചോദിച്ചിട്ടുമുണ്ട്. ഒന്നാമത്തെ സമതലം ഏതായിരുന്നു? പഞ്ചാബ് ഹരിയാന സമതലം. ഇതല്ലേ പഞ്ചാബ് ഹരിയാന സമതലം അല്ലെ? പഞ്ചനദികളുടെ നാട്. പഞ്ചനദികളുടെ നാടാണ് പഞ്ചാബ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? പഞ്ചനദികൾ ആരുടെ ട്രിബ്യൂട്ടറികളാണ്? പഞ്ചനദികൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സിന്ധു നദിയാണ്. അപ്പം സിന്ധുവിന്റെയും പോഷക നദികളുടെയും സിന്ധുവിന്റെയും ട്രിബ്യൂട്ടറികളുടെയും നിക്ഷേപഫലമായി രൂപം കൊണ്ട സമതല പ്രദേശമാണ് പഞ്ചാബ് ഹരിയാന സമതലം. ഏതെല്ലാമാണ് സിന്ധുവിന്റെ പോഷക നദികൾ? ചിനാബ്, രവി, ബിയാസ്, സത്ലജ് അങ്ങനെയുള്ള നദികളാണ്. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് നദികളെ പറ്റി പഠിക്കുന്ന ക്ലാസ്സിൽ പഠിക്കാം. ഇനി രണ്ടാമത്തെ സമതലം ഏതാണ്? ഗംഗാ സമതലം. കിട്ടിയില്ലേ? ഏതാണ് നദികൾ? ഗംഗയും പോഷക നദികളും. യമുന, ദാമോദർ, കോസി, സോണ ഇതെല്ലാം ഗംഗയുടെ പോഷക നദികളാണ്. മൂന്നാമത്തെ സമതലം ഏതാണ്? ആസാം ബ്രഹ്മപുത്ര സമതലം. ബ്രഹ്മപുത്രയും പോഷക നദികളും. ടീസ്ത, സുബൻസിരി, മാനസ് ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ്. നാലേതാണ്? മരുസ്ഥലി ബാഗർ സമതലം. ഒരുപക്ഷെ കൂട്ടുകാർക്ക് മറ്റു മൂന്ന് സമതലങ്ങള് പഞ്ചാബ് ഹരിയാന സമതലം, ഗംഗാ സമതലം, ആസാം ബ്രഹ്മപുത്ര സമതലം, ഈ മൂന്ന് സമതലങ്ങൾ പേര് വെച്ച് നദികളുടെ പേര് കണ്ടുപിടിക്കാൻ പറ്റും. എന്നാൽ മരുസ്ഥലി ബാഗർ സമതലം ഒരുപക്ഷെ ബുദ്ധിമുട്ടായിരിക്കാം. രണ്ട് നദികൾ ഓർത്ത് വെക്കുക. ഒന്നാമത്തെ നദി സരസ്വതി നദി, രണ്ടാമത്തെ നദി ലൂണി നദി. സരസ്വതി നദിയുടെയും ലൂണി നദിയുടെയും പ്രവർത്തന ഫലമായി രൂപം കൊണ്ട സമതല പ്രദേശമാണ് മരുസ്ഥലി ബാഗർ സമതലം. ഇനിയും ഇവിടുന്ന് ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ചോദ്യമാണ്, ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സമതല പ്രദേശം ഏതാണ്? ഏതാണ് ഈ ചിത്രത്തിന്റെ പടിഞ്ഞാറ്? ഇതല്ലേ ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് വശത്തായി സ്ഥിതി ചെയ്യുന്ന സമതല പ്രദേശമാണ് മരുസ്ഥലി ബാഗർ സമതലം. ഇനി ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് വശത്തായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശം ഏതാണ്? ഇതല്ലേ കിഴക്ക് വശത്തായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ആസാം ബ്രഹ്മപുത്ര സമതല പ്രദേശങ്ങൾ. അപ്പോൾ 4 സമതല പ്രദേശങ്ങള് സിന്ധുവിന്റെയും പോഷക നദികളുടെയും പ്രവർത്തന ഫലമായി രൂപം കൊണ്ട പഞ്ചാബ് ഹരിയാന സമതല പ്രദേശം, ഗംഗയുടെയും പോഷക നദികളുടെയും പ്രവർത്തന ഫലമായി രൂപം കൊണ്ട ഗംഗാ സമതലം, ബ്രഹ്മപുത്രയുടെയും പോഷക നദികളുടെയും ഫലമായി രൂപം കൊണ്ട ആസാം ബ്രഹ്മപുത്ര സമതല പ്രദേശം. ഫോർത്ത് വൺ നാലാമത്തേതാണ് ലൂണി സരസ്വതി നദികളുടെ പ്രവർത്തന ഫലമായി രൂപം കൊണ്ട മരുസ്ഥലി ബാഗർ സമതല പ്രദേശം. ഈ 4 സമതല പ്രദേശത്തെ ഒരുമിച്ച് നമുക്ക് പറയാം. എന്ത് പറയാം? ഉത്തര മഹാസമതലം എന്ന് പറയാം. അപ്പോൾ ഈ 4 പ്രദേശത്തെയും കൂടി ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഏതാ? ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. ഇനിയും മറ്റൊരു ക്ലാസിഫിക്കേഷൻ കൂടിയുണ്ട്. ഉത്തര മഹാസമതലത്തെ ഭൂപ്രദേശത്തിന്റെ അടിസ്ഥാനത്തില്, അവിടെയുള്ള ഭൂപ്രകൃതി എങ്ങനെയാണോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തര മഹാസമതലത്തിന്റെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ കൂടിയുണ്ട്. അങ്ങനെ ഭൂപ്രകൃതി അനുസരിച്ചും ഉത്തര മഹാസമതലത്തെ നമുക്ക് 4ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ആദ്യം പറഞ്ഞ 4 എന്നിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഏത് നദിയാണോ ആ സമതല പ്രദേശം രൂപീകൃതമാവാൻ കാരണം അതിന്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. എന്നാൽ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താണ്? ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഉത്തര മഹാസമതലത്തിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത്, ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ബാബർ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ബാബർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഏതാണ്? ടെറായ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ടെറായ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ബങ്കർ. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ബങ്കർ ആണ്. നാലാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഖാദർ എന്ന് പറയുന്നത്. നാലാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഖാദർ. അപ്പോൾ ഈ 4 ക്ലാസിഫിക്കേഷൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിലാണ്. ആരുടെ ക്ലാസിഫിക്കേഷൻ ആണ്? ഉത്തര മഹാസമതലത്തിന്റെ
ക്ലാസിഫിക്കേഷൻ ആണ്. ഇനി നമുക്ക് ഇത് എന്താണെന്ന് പഠിക്കണം. എന്താണ് ബാബർ എന്ന് പഠിക്കണം, എന്താണ് ടെറായ് എന്ന് പഠിക്കണം, എന്താണ് ബങ്കർ എന്ന് പഠിക്കണം, എന്താണ് ഖാദർ എന്ന് പഠിക്കണം. ഇനിയും നമ്മൾ പഠിച്ച ചില കാര്യങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. ഇത് ഉത്തര മഹാസമതലമാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഉത്തര മഹാസമുദ്രത്തിന്റെ നോർത്ത് എന്ന് പറയുന്നത്, ഉത്തര മഹാസമുദ്രത്തിന്റെ വടക്ക് വശം എന്ന് പറയുന്നത് ഹിമാലയമാണ് അല്ലെ. ഉത്തര മഹാസമുദ്രത്തിന്റെ വടക്ക് വശം ഹിമാലയമാണ്. ഹിമാലയം എന്ന് പറഞ്ഞാൽ എത്ര പർവ്വത നിരകളാണെന്നാ പറഞ്ഞത്? ഹിമാലയം എന്ന് പറഞ്ഞാൽ എത്ര പർവ്വത നിരകളാണ്? 3 പർവ്വത നിരകൾ. ഏതെല്ലാമാണ്? ആദ്യത്തെ പർവ്വത നിര ഹിമാദ്രിയാണ് അല്ലെ, ഹിമാദ്രിയാണ്. രണ്ടാമത്തെ പർവ്വത നിരയുടെ പേര് ഓർമ്മയുണ്ടോ? രണ്ടാമത്തെ പർവ്വത നിര ഏതാണ്? ഹിമാചലാണ്. മൂന്നാമത്തെ പർവ്വത നിര ഏതാണ്? സിവാലിക്കാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സിവാലിക് എവിടെയാണെന്നാണ്. സിവാലിക് എവിടെയാ വന്നത്? അതാ ഇവിടെയല്ലേ സിവാലിക് വന്നത്. അപ്പോ സിവാലിക് എന്നൊരു ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ, ഒരു ചോദ്യം കിട്ടിയില്ലേ? എന്താണ് സിവാലിക്കിന്റെ ചോദ്യം? ഉത്തര മഹാസമുദ്രവുമായി, ഇതല്ലേ ഉത്തര മഹാസമുദ്രം, ഉത്തര മഹാസമുദ്രവുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഹിമാലയ നിര ഏതാണ്? കൂട്ടുകാർക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഉത്തര മഹാസമുദ്രവുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഹിമാലയ നിര ഏതാണ്? ഏതാണ് ആൻസർ? സിവാലിക്കാണ്. ഉത്തര മഹാസമുദ്രവുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഹിമാലയ നിര ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ്? സിവാലിക്കാണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കണം. ഇനി ഒന്നാമത്തെ ഡിവിഷൻ ആണ് ബാബർ എന്ന് പറയുന്നത്. ബാബർ എന്ന് പറയുന്നത് എന്താണ്? ബാബർ എന്ന് പറഞ്ഞു തരാം. ഒരു 2-3 പോയിന്റ് ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ ഇത് സിവാലിക് മലനിരകളാണ്, ഇത് ഉത്തര മഹാസമുദ്രമാണ്. ഇനിയിപ്പം സിവാലിക് എന്ന് പറയുന്നത് ഒരു പർവ്വത നിരയാണ്. ഇങ്ങനെയുള്ള ഒരു പർവ്വത നിരയാണ് സിവാലിക് എന്ന് നിങ്ങൾക്കറിയാം. സിവാലിക് പർവ്വത നിരയുടെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 1200 മീറ്റർ ആണ്. 1200 മീറ്റർ ആണ്, പഠിച്ചു കഴിഞ്ഞതാണ്. ഇനിയും ഈ സിവാലിക് മലനിരകളുടെ താഴ്വരകളിൽ, വാലികളിൽ ഇങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ പാറകളും കല്ലുകളും ഉണ്ടാവും. ഒരുപാട് ചെറിയ പാറകളും കല്ലുകളും ഉണ്ടാവും. ഈ കല്ലുകളും പാറകളും ക്രമേണ താഴേക്ക് ഇങ്ങനെ വരും. അതായത് സിവാലിക് മലനിരകളിൽ നിന്ന് താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എവിടെയായിരിക്കും വന്ന് പതിക്കുക? ഉത്തര മഹാസമുദ്രത്തിലായിരിക്കും വന്ന് പതിക്കുന്നത്. അങ്ങനെ ആ ഉത്തര മഹാസമുദ്രത്തില് പാറകളും കല്ലുകളും ഇങ്ങനെയുള്ള പാറകളും കല്ലുകളും ചേർന്ന ഭൂപ്രദേശത്തെ വിളിക്കുന്ന പേരാണ് ബാബർ എന്ന് പറയുന്നത്. എന്താണ് ബാബർ എന്ന് പറഞ്ഞാല്? ഉത്തര മഹാസമുദ്രത്തിലെ പാറകളും ചെറിയ ചെറിയ കല്ലുകളും എല്ലാം കാണപ്പെടുന്ന ഭൂപ്രദേശത്തെ വിളിക്കുന്ന പേരാണ് ഏത്? ബാബർ എന്ന് പറയുന്നത്. ഇനി ബാബർ ആരുമായിട്ടാണ് അതിർത്തി പങ്കുവയ്ക്കുന്നത്? സിവാലിക് മലനിരകളുമായിട്ടാണ്. അപ്പം സിവാലിക് മലനിരകൾക്ക് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ഏത്? ബാബർ എന്ന് പറയുന്നത്. 2 പോയിന്റുകളെ പറഞ്ഞുള്ളൂ. സിവാലിക് മലനിരകൾക്ക് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ബാബർ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഡയഗ്രമായിട്ട് വേണമെങ്കിൽ വരച്ചു കാണിക്കാം. ഇങ്ങനെയുള്ള ഒരു ഷേപ്പ് നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഇത് പർവ്വതമാണ് എന്ന് ആലോചിച്ച് വെക്കുക. ഏതാണ്? സിവാലിക് പർവ്വതമാണ്. ഇനി ആ സിവാലിക് പർവ്വതത്തിന്റെ താഴേക്ക് പാറകളെല്ലാം കാണപ്പെടുന്ന ഭൂപ്രദേശമാണ് ബാബർ എന്ന കാര്യം ഓർത്ത് വെച്ചേക്കണം. ഇനിയും സിവാലിക് മലനിരകൾക്ക് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ബാബർ. ബാബറിൽ എന്താണ് നമ്മൾ കണ്ടത്? ചെറിയ ചെറിയ പാറകളും മണൽക്കല്ലുകളും നിറഞ്ഞ ഭൂപ്രദേശമാണ് ഏതാ? ബാബർ എന്ന് പറയുന്നത്. ഇനിയും ഹിമാലയത്തിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ അരുവികൾ, ചെറിയ ചെറിയ നദികൾ ഈ ബാബർ പ്രദേശത്ത് എത്തുമ്പോൾ ഇങ്ങനെ ഈ കല്ലുകൾക്കിടയിലൂടെ ഒഴുകിപ്പോകും. കല്ലുകൾക്കിടയിലൂടെയാണ് ഒഴുകി പോകുന്നത്. ഇത് പുറത്തുനിന്ന് നിൽക്കുന്ന ഒരാൾക്ക് ഈ നദി എവിടെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഹിമാലയൻ നദികൾ അപ്രത്യക്ഷമാവുന്നത്, യഥാർത്ഥത്തിൽ അത് അപ്രത്യക്ഷമാവുകയാണോ ചെയ്യുന്നത്? അല്ല, ഭൂമിക്കുള്ളിലൂടെ ഒഴുകിയാണ്. അപ്രത്യക്ഷമാവുന്ന ഭൂപ്രദേശം ഏതെന്ന് ചോദിച്ചാലും അതിന്റെ ആൻസർ ഏതാണ്? ബാബർ ആണ്. ഇനിയും ബാബറിനെ പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ്, ഈ ബാബർ എന്ന് പറയുന്ന പ്രദേശം കൃഷിക്ക് ഒട്ടും തന്നെ അനുയോജ്യമല്ല. എന്തുകൊണ്ടാണ് അനുയോജ്യമല്ലാത്തത്? അവിടെ എന്താണ് കാണാൻ പറ്റുന്നത്? പാറക്കൂട്ടങ്ങളും മണൽക്കല്ലുകളുമാണ്. പാറക്കൂട്ടങ്ങളും മണൽക്കല്ലുകളും കാരണം കൃഷിക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത ഭൂപ്രദേശമാണ് ഏതെന്ന് പറയുന്നത്? ബാബർ എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തര മഹാസമുദ്രത്തെ പറ്റിയല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഉത്തര മഹാസമുദ്രത്തിന്റെ വടക്കു വശത്തെ
അങ്ങനെയും പറഞ്ഞൂടെ? പറയാം. ഉത്തരമഹാസമുദ്രത്തിന്റെ വടക്ക് വശത്തെ വിളിക്കുന്ന പേരാണ് ഏത്? ബാബർ എന്ന് പറയുന്നത്. ആരുമായിട്ടാണ് അതിർത്തി പങ്കുവയ്ക്കുന്നത്? സിവാലിക് മലനിരകളുമായിട്ട്. സിവാലിക് മലനിരകളുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഭൂപ്രദേശമാണ് ഏത്? ബാബർ എന്ന് പറയുന്നത്. കൃഷിക്ക് അനുയോജ്യമാണോ? കൃഷിക്ക് അനുയോജ്യമല്ല. എന്തുകൊണ്ടാണ് കൃഷിക്ക് അനുയോജ്യമല്ലാത്തത്? അവിടെ കാണപ്പെടുന്നത് എന്താണ്? പാറക്കൂട്ടങ്ങളും മണൽക്കല്ലുകളും കാരണമാണ് കൃഷിക്ക് അനുയോജ്യമല്ലാത്തത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഏതിനെ പറ്റി പഠിച്ചു വെക്കുക? ബാബർ എന്ന് പറയുന്ന ഭൂപ്രദേശത്തെ പറ്റി പഠിച്ചു വെക്കുക. ഇനിയും ജോഗ്രഫിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് ബാബറിന് തൊട്ടു താഴെയായിട്ട്, തൊട്ടു താഴെ എന്ന് പറഞ്ഞാൽ സൗത്ത് ആണ് കേട്ടോ, ബാബറിന് തൊട്ടു താഴെയായിട്ട്, ഇതാണ് ബാബർ പ്രദേശമെങ്കിൽ ബാബറിന് തൊട്ടു താഴെയായിട്ട് കാണപ്പെടുന്ന ഭൂപ്രദേശമാണ് ടെറായ് എന്ന് പറയുന്നത്. ടെറായ് എന്ന് പറയുന്നത്, അപ്പൊ മുകളിൽ ഇത് ബാബർ ആണെങ്കിൽ ഇത് എന്തായിരിക്കും? ടെറായ് പ്രദേശമാണ് കേട്ടോ. ഈ പ്രദേശത്തെ വിളിക്കുന്ന പേരാണ് ഇത് ടെറായ് എന്ന് പറയുന്നത്. ടെറായ് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ പോയിന്റ് ആലോചിച്ച് വെച്ചാൽ മതി. ഒരു മാർഷി ലാൻഡ് ആണ്, ചതുപ്പ് നിറഞ്ഞ ഭൂപ്രദേശമാണ്. ഉത്തര മഹാസമുദ്രത്തിലെ ചതുപ്പ് നിറഞ്ഞ ഭൂപ്രദേശങ്ങളെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ടെറായ് എന്ന് പറയുന്നത്, അല്ലെ? ഇനി എങ്ങനെയാണ് ഈ പ്രദേശം ചതുപ്പ് നിറഞ്ഞ ഭൂപ്രദേശമായി മാറിയത്? നമ്മൾ ആദ്യം തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഹിമാലയത്തിൽ നിന്ന് വരുന്ന നദികൾ അപ്രത്യക്ഷമാവുന്നത് എവിടെയാണ്? അത് ബാബറിൽ വെച്ചാണ്. ഈ അപ്രത്യക്ഷമായ നദികള് അപ്രത്യക്ഷമാവുകയാണോ ചെയ്യുന്നാൽ ഭൂമിക്കുള്ളിലൂടെ ഒഴുകുകയാണ്, അല്ലെ? അത് വീണ്ടും ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തിച്ചേരുന്ന പ്രദേശമാണ് ഇത് ടെറായ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ടെറായ് എന്തായി മാറിയത്? ചതുപ്പ് നിറഞ്ഞ ഭൂപ്രദേശമായി മാറിയത്. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്തര മഹാസമുദ്രത്തിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്, ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ആദ്യം നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? ബാബർ ആയിരുന്നു. രണ്ടാമത് പറഞ്ഞ ഏതാണ്? ടെറായ് ആണ്. ബാബർ എന്താണ്? പാറക്കൂട്ടങ്ങളും മണൽക്കല്ലുകളും നിറഞ്ഞ ഭൂപ്രദേശമാണ് ബാബർ എന്ന് പറയുന്നത്. ചതുപ്പ് നിറഞ്ഞ ഭൂപ്രദേശത്തെ വിളിക്കുന്ന പേരാണ് ടെറായ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പ്രദേശമാണ് ബങ്കർ എന്ന് പറയുന്നത്. ഉത്തര മഹാസമുദ്രത്തിന്റെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബങ്കർ ആണ്. ബങ്കറിലേക്ക് നമ്മൾ പോകും. എന്നാൽ നമുക്ക് നാലാമത്തെ ഭൂപ്രദേശമായിട്ടുള്ള ഖാദർ പഠിച്ചതിന് ശേഷം ബങ്കർ പഠിക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. അതുകൊണ്ട് നമുക്ക് ഖാദറിലേക്ക് പോകാം. നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, ഹിമാലയൻ നദികൾ വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങൾ അടിഞ്ഞുകൂടിയിട്ടാണ് സമതല പ്രദേശങ്ങൾ രൂപം കൊണ്ടത്. 1-2 വർഷങ്ങൾ കൊണ്ടല്ല, ആയിരക്കണക്കിന് വർഷങ്ങളുടെ ജിയോമോർഫിക് പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രക്രിയ നടന്നിട്ടുള്ളത്. അങ്ങനെ വഹിച്ചുകൊണ്ട് വരുന്ന പുതിയ എക്കൽ നിക്ഷേപങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഖാദർ എന്ന് വിളിക്കും. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ വിളിക്കുന്ന പേരാണ് ഖാദർ എന്ന് പറയുന്നത്. ഹിമാലയൻ നദികൾ വഹിച്ചുകൊണ്ട് വരുന്ന പുതിയ എക്കൽ നിക്ഷേപങ്ങളെ വിളിക്കുന്ന പേരാണ് ഖാദർ എന്ന് പറയുന്നത്. ഇനിയും ഈ ഉത്തര മഹാസമുദ്രത്തിലെ ഏറ്റവും ഫലപുഷ്ടമായിട്ടുള്ള പ്രദേശം ഏതെന്ന് ചോദിച്ചാലും അതിന്റെ ആൻസറും ഏത് തന്നെയാണ്? ഖാദർ ആണ്. ഇനി നമ്മൾ തിരിച്ച മൂന്നാമത്തെ ഡിവിഷനായ ബങ്കറിലേക്ക് പോവാം. ഇനിയും ഈ ഖാദർ ഉണ്ടല്ലോ, ഖാദർ കുറെ കഴിഞ്ഞ് എന്തായി മാറും? അത് പഴയതായിട്ട് മാറും, പഴയ എക്കൽ മണ്ണായിട്ട് മാറും, പഴയ എക്കൽ നിക്ഷേപങ്ങളായിട്ട് മാറും. അങ്ങനെയുള്ള പഴയ എക്കൽ നിക്ഷേപങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബങ്കർ എന്ന് പറയുന്നത്. പഴയ എക്കൽ നിക്ഷേപങ്ങളെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ബങ്കർ. ഉത്തര മഹാസമുദ്രത്തിലെ ഏറ്റവും വിസ്തൃതമായിട്ടുള്ള പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ ആൻസർ ബങ്കർ ആണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. അപ്പോൾ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഉത്തര മഹാസമുദ്രത്തെ നമുക്ക് 4 നമുക്ക് തരംതിരിക്കാം. 1 ബാബർ ആയിരുന്നു, 2 ടെറായ് ആയിരുന്നു, 3 ബങ്കർ ആണ്, 4 ഖാദർ ആണ്. അതില് ഒന്നാമത്തെ ഡിവിഷൻ ആയിട്ടുള്ള ബാബർ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഉത്തര മഹാസമുദ്രത്തിന്റെ വടക്ക് വശത്തെ ഭൂപ്രദേശമാണ് ബാബർ എന്ന് പറയുന്നത്. പാറക്കൂട്ടങ്ങളും മണൽക്കല്ലുകളും നിറഞ്ഞ കൃഷിക്കൊട്ടും അനുയോജ്യമല്ലാത്ത ഭൂപ്രദേശമാണ് ഏതാ? ബാബർ എന്ന് പറയുന്നത്. ഹിമാലയൻ നദികൾ അപ്രത്യക്ഷമാവുന്ന ഭൂപ്രദേശം ബാബർ ആണ്. ബാബറിന് തൊട്ടു താഴെയുള്ള പ്രദേശമാണ് ടെറായ് എന്ന് പറയുന്നത്. ചതുപ്പ് നിറഞ്ഞ ഭൂപ്രദേശമാണ് ടെറായ്. ഇനിയും ടെറായിക്ക് താഴെയായിട്ട് വരുന്ന പ്രദേശം ഏതാണ്? ടെറായിക്ക് താഴെയായിട്ട് വരുന്ന പ്രദേശമാണ് ബങ്കർ എന്ന് പറയുന്നത്. പഴയ എക്കൽ നിക്ഷേപങ്ങളെ വിളിക്കുന്ന പേരാണ് ബങ്കർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കും പഴയ എക്കൽ മണ്ണ് ഏതാണെന്ന് ചോദിക്കും. അങ്ങനെ പഴയ എക്കൽ മണ്ണിനെ നമുക്ക് ഏത് പേരിൽ അറിയപ്പെടും? ബങ്കർ എന്ന പേരിൽ അറിയപ്പെടും. പുതിയ എക്കൽ മണ്ണിനെ വിളിക്കുന്ന പേരാണ് ഖാദർ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ഫലപുഷ്ടമുള്ളത് ഏതാണ്? ഖാദർ ആണ്. ഏറ്റവും കൂടുതൽ ഏരിയയിൽ വിസ്തൃതമായത് ഏതാണ്?
ബങ്കറാണ്. ഏറ്റവും വടക്ക് വശത്തായി കാണപ്പെടുന്നത് ബാബറാണ്. കൃഷിക്കൊട്ടും അനുയോജ്യമല്ലാത്തത് ചോദിച്ചാലും ഏതാണ്? ബാബറാണ്. ഇതാണ് ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക. ആവർത്തിച്ച് കേട്ടാൽ മാത്രമേ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ. ഇനി നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് നമുക്ക് പോകാം. അതൊരു കോൺസെപ്റ്റ് ആണ്. അതാണ് ഡോബ് എന്ന് പറയുന്നത്. ഡോബാണ് കേട്ടോ. ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഡോബാണ്. ഡോബ് എന്താണ് ഡോബ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് നദികൾ സങ്കല്പിച്ച് നോക്കുക. ഇത് ഒരു നദിയാണെന്ന് വിചാരിക്കുക, ഇത് മറ്റൊരു നദിയാണെന്ന് വിചാരിക്കുക കേട്ടോ. രണ്ട് നദികൾ. ഈ രണ്ട് നദികളും എന്ത് ചെയ്യാറുണ്ട്? ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട് അല്ലെ. അവസാദങ്ങളെ രണ്ട് കരകളിലായിട്ട് നിക്ഷേപിക്കാറുണ്ട്. ഇവിടെയും ചെയ്യും, ഇവിടെയും ചെയ്യും. ഞാൻ ഒരെണ്ണം മാത്രമായിട്ട് വരച്ച് കാണിക്കാം കേട്ടോ. അതാ ഇങ്ങനെയായിരിക്കും ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. 1-2 ദിവസങ്ങൾ കൊണ്ടല്ല, കുറെ വർഷങ്ങൾ എടുത്തുകൊണ്ടുള്ള ഡെപ്പോസിഷൻ ആണ് പറയുന്നത്. ഇങ്ങനെ കുറെ കഴിഞ്ഞ ഈ രണ്ട് നിക്ഷേപങ്ങളിലെ ഈ രണ്ട് നിക്ഷേപങ്ങള് ക്രമേണതാ ഇങ്ങനെ ഒന്നായിട്ട് മാറും. വിസ്തൃതി കൂടിയിട്ട് ഒന്നായിട്ട് മാറും. ഈ ഒരു ലാൻഡ് ഫോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡോബ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട ലാൻഡ് ഫോം ഉണ്ടല്ലോ, ആ ലാൻഡ് ഫോമിനെ വിളിക്കുന്ന പേരാണ് ഡോബ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നു ഡോബ്? രണ്ട് നദികൾക്കിടയിൽ, ഇത് എ എന്ന് പറയുന്ന നദിയാണ്, ഇത് ബി എന്ന് പറയുന്ന നദിയാണ്. രണ്ട് നദികൾക്കിടയിൽ രൂപം കൊള്ളുന്ന എക്കൽ സമതല പ്രദേശങ്ങളെ, രണ്ട് നദികൾക്കിടയിൽ രൂപം കൊള്ളുന്ന എക്കൽ സമതല പ്രദേശങ്ങളെ വിളിക്കുന്ന പേരാണ് ഡോബ് എന്ന് പറയുന്നത്. രണ്ട് നദികൾക്കിടയിൽ രൂപം കൊള്ളുന്ന എക്കൽ സമതല പ്രദേശമാണ് ഡോബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഉത്തര മഹാസമുദ്രത്തെ പറ്റിയാണ് പഠിച്ചത്. ഉത്തര മഹാസമുദ്രത്തെ നദികളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് 4ആയിട്ട് നമുക്ക് തരംതിരിക്കാം. നദികളുടെ അടിസ്ഥാനത്തിൽ പഞ്ചാബ് ഹരിയാന സമതലം, ഗംഗാ സമതലം, ആസാം ബ്രഹ്മപുത്ര സമതലം, മരുസ്ഥലേ ബാഗർ സമതലം. സിന്ധുവിന്റെയും പോഷക നദികളുടെയും പ്രവർത്തന ഫലമായി ഉണ്ടായത് പഞ്ചാബ് ഹരിയാന സമതലം. ഗംഗയുടെയും പോഷക നദികളുടെയും പ്രവർത്തന ഫലമായി ഉണ്ടായത് ഗംഗാ സമതലം. ബ്രഹ്മപുത്രയുടെയും പോഷക നദികളുടെയും ഭാഗമായി ഉണ്ടായത് ആസാം ബ്രഹ്മപുത്ര സമതലം, മരുസ്ഥലേ ബാഗർ സമതലം. രണ്ട് നദികൾ ഓർത്തു വെക്കുക, ലൂണി ആൻഡ് സരസ്വതി. അതിനുശേഷം നമ്മൾ പഠിച്ചത് ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഒന്നാമത്തത് ബാബറാണ്, 2 ടെറായി ആണ്, 3 ബങ്കറാണ്, 4 ഖാദറാണ്. കൃഷിക്കൊട്ടും അനുയോജ്യമല്ലാത്തത് ബാബറാണ്. വടക്ക് വശത്തുള്ളത് ഏതാണ്? ബാബറാണ്. ചതുപ്പ് നിറഞ്ഞ ഭൂപ്രദേശമാണ് ടെറായി എന്ന് പറയുന്നത്. ഏറ്റവും വിസ്തൃതമായത് ഉത്തര മഹാസമുദ്രത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഭൂപ്രദേശം ഏതാണ്? അത് ബങ്കറാണ്. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് അല്ലെങ്കിൽ പുതിയ എക്കൽ നിക്ഷേപങ്ങളെ വിളിക്കുന്ന പേര് ഏതാണ്? ഖാദറാണ്. അതിനുശേഷം പഠിച്ച എന്താണ്? ഡോബാണ്. എന്താണ് ഡോബ്? രണ്ട് നദികൾ, ഇത് എ എന്ന് പറയുന്ന നദി, ഇത് ബി എന്ന് പറയുന്ന നദി. രണ്ട് നദികൾക്കിടയിൽ രൂപം കൊള്ളുന്ന എക്കൽ സമതലങ്ങളെ വിളിക്കുന്ന പേരാണ്. രണ്ട് നദികൾക്കിടയിൽ രൂപം കൊള്ളുന്ന എക്കൽ സമതലങ്ങളെ വിളിക്കുന്ന പേരാണ് ഡോബ്. ഉത്തര മഹാസമുദ്രത്തിൽ ഇങ്ങനെ ഒരുപാട് ഡോബുകളുണ്ട്. അത് വരും ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്തു പോകാം.